ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും ഉള്ളൊരു ഡൗട്ടാണ്, ഏത് ബുക്കിൽ നോക്കി പഠിക്കണം, എന്ത് പഠിക്കണം, എത്ര ബുക്ക് പഠിക്കണം, ഇങ്ങനെയുള്ളത് എല്ലാവർക്കുമുള്ള ഒരു ഡൗട്ടാണ്. സോ അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു സൊല്യൂഷനുമായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എത്തിയിരിക്കുന്നത്. നിങ്ങൾ ഫിസിക്സിന് വേണ്ടി നീറ്റിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെ പഠിച്ചിരിക്കണം, ഏതൊക്കെ ബുക്ക് നിങ്ങൾ മിനിമം പഠിച്ചിരിക്കണം എന്നുള്ള ഒരു വീഡിയോയാണ് നമ്മളിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് ഡയറക്റ്റ്ലി പോവാം. അപ്പം ഫിസിക്സിന് വേണ്ടി ഇത് നീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ മെറ്റീരിയൽ മിനിമം യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഏത് മെറ്റീരിയൽ സെലക്ട് ചെയ്യുക. അഥവാ നിങ്ങളൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ അവിടുത്തെ മെറ്റീരിയലും അവിടുത്തെ മോക്ക് ടെസ്റ്റും അവിടുത്തെ യൂണിറ്റ് ടെസ്റ്റും സോൾവ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ദാൻ സോൾവിങ് മറ്റേതെങ്കിലും ബുക്ക്. ഓക്കെ, ഇനി അഥവാ നിങ്ങൾ +2 പഠിച്ചുകൊണ്ടാണ് നീറ്റ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ലത് പ്രീവിയസ് ഇയറിൻ്റെ 31 ഇയർ അല്ലെങ്കിൽ 32 ഇയർ പ്രീവിയസ് ഇയറിൻ്റെ ബുക്ക്ലെറ്റ് വാങ്ങാനോ അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനോ കിട്ടും. അത് സോൾവ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇനി ഇതെല്ലാം സോൾവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അഥവാ ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മെറ്റീരിയൽ സോൾവ് ചെയ്യാം. അപ്പോൾ മെറ്റീരിയൽ ഒരുപാട് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിരുന്ന മെറ്റീരിയൽ എൻ്റെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചിരുന്നപ്പോഴുള്ള മെറ്റീരിയലാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യുമ്പം സാറന്മാർ, അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സാറന്മാർ, അവർക്ക് അറിയാവുന്ന, അവർ പ്രീവിയസ് ഇയറിൽ കണ്ടുവന്ന് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും മോസ്റ്റ്ലി അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർക്കറിയാം ഏതൊക്കെ ക്വസ്റ്റ്യൻ വരും, ഏതൊക്കെ പാറ്റേണിൽ വരും എന്നുള്ള കാര്യങ്ങളെല്ലാം അവർക്കറിയാം. അതുകൊണ്ടാണ് ആ ഒരു മെറ്റീരിയൽ അവർ പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു മെറ്റീരിയൽ മാത്രം സോൾവ് ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് മോക്ക് ടെസ്റ്റുകളോ അല്ലെങ്കിൽ യൂണിറ്റ് ടെസ്റ്റുകളോ എന്തെങ്കിലുമൊക്കെ അറ്റംപ്റ്റ് ചെയ്യണം. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ ചിലപ്പം കണ്ടിട്ടില്ലാത്ത ക്വസ്റ്റ്യൻസ് വരാം. അത് നിങ്ങളുടെ ആ ഒരു സോൾവ് ചെയ്യാനായിട്ട് ആ ഒരു ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതി വീണ്ടും ചെയ്താൽ മതി. ഇനി മെറ്റീരിയലിൽ ഫിസിക്സ് നിങ്ങൾ ചോദിക്കുന്നുണ്ട്, ഫിസിക്സ് NCERT സോൾവ് ചെയ്യണം. ഫിസിക്സ് NCERTയിൽ നിങ്ങൾ എക്സസൈസും അതുപോലെ തന്നെ സോൾവ്ഡ് എക്സാമ്പിൾസ് ഉണ്ടല്ലോ, അത് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. NCERT വായിക്കണമെന്ന് നിർബന്ധമില്ല, വായിച്ചാലും കുഴപ്പമില്ല. കാരണം സാറന്മാർ നമുക്ക് നോട്ട് തരുമ്പോൾ, ക്ലാസ്സിൽ നോട്ട് തരുമ്പോൾ അവർ ചോദിക്കാം എന്ന് സാധ്യതയുള്ള തിയറി പോർഷൻസൊക്കെ അവർ നോട്ടിൽ തരുന്നുണ്ട്. ഇനി നമുക്ക് ഫിസിക്സിന് ഫുള്ള് വാങ്ങണമെങ്കിൽ നമുക്ക് ഫിസിക്സ് വായിച്ചേ പറ്റുള്ളൂ. ഫിസിക്സിന് ഫുള്ള് വാങ്ങണമെങ്കിൽ വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് സെലക്ഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ദാൻ ടോപ്പ് റാങ്ക് വാങ്ങണേക്കാട്ടി, അല്ലേ? അപ്പോൾ നിങ്ങൾ ഫിസിക്സിലാണെങ്കിൽ നിങ്ങൾ ഫിസിക്സിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല മെറ്റീരിയൽ. ഇപ്പോൾ നമുക്ക് എല്ലാ മെറ്റീരിയലും ഇററുണ്ട്. ഇപ്പോൾ നല്ല മെറ്റീരിയൽ ഞാൻ പഠിച്ചിരുന്നപ്പോൾ ഇറർലെസ് എന്ന് പറയുന്ന ബുക്കാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് നിങ്ങൾ യൂസ് ചെയ്യണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല, നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. എയിംസിൻ്റെയും അതുപോലെ തന്നെ നീറ്റിൻ്റെയും പിന്നെ കീമിൻ്റെ പ്രീവിയസ് ഇയറും ഇതൊക്കെ തന്നെ ധാരാളമാണ് കേട്ടോ നീറ്റിനിപ്പം. സോ നിങ്ങൾ പ്രീവിയസ് ഇയർ മാത്രം സോൾവ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ബയോളജിയും കെമിസ്ട്രിയും ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.